ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CKD രോഗനിർണയത്തെക്കുറിച്ചും അതുപോലെ CKD രോഗലക്ഷണങ്ങളെക്കുറിച്ചുമാണ്. അതിനു മുമ്പായി എന്താണ് CKD എന്നറിയാത്തവർക്കായി ഞാൻ ലഘുവായി പറഞ്ഞുതരാം. വിട്ടുമാറാത്ത വൃക്കരോഗം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ്, നിങ്ങളുടെ വൃക്കകൾ തകരാറിലാവുകയും രക്തം ഫിൽട്ടർ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുക എന്നതാണ് CKD. വിട്ടുമാറാത്ത വൃക്കരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് വൃക്കയുടെ ഫിൽട്ടറുകളെ നശിപ്പിക്കുന്നു. കാലക്രമേണ നിങ്ങളുടെ വൃക്കകൾക്ക് രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ദ്രാവകവും വേണ്ടത്ര ഫിൽട്ടർ ചെയ്യാൻ കഴിയാതെ വന്നേക്കാം. പ്രമേഹം മൂലമുള്ള വൃക്കരോഗത്തിന്റെ ആദ്യ ലക്ഷണം പലപ്പോഴും നിങ്ങളുടെ മൂത്രത്തിലെ പ്രോട്ടീനാണ്. ഫിൽട്ടറുകൾക്ക് തകരാർ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ആൽബുമിൻ എന്ന പ്രോട്ടീൻ രക്തത്തിൽ നിന്ന് മൂത്രത്തിലേക്ക് കടക്കുന്നു. ആരോഗ്യകരമായ വൃക്ക ആൽബുമിൻ രക്തത്തിൽ നിന്ന് മൂത്രത്തിലേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല. അടുത്തത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ വൃക്കയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കും. അങ്ങനെ അവയും പ്രവർത്തിക്കാതെയാകും. നിങ്ങളുടെ വൃക്കയിലെ രക്തക്കുഴലുകൾക്ക് തകരാർ സംഭവിക്കുകയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളും അധികമുള്ള ദ്രാവകവും നീക്കം ചെയ്യുന്നതിനായി വൃക്കകൾ പ്രവർത്തിക്കില്ല. രക്തക്കുഴലുകളിലെ അധികമുള്ള ദ്രാവകം രക്തസമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കുകയും അപകടകരമായ ഒരു ചക്രം സൃഷ്ടിക്കുകയും ചെയ്യും. CKDയുടെ മറ്റ് സാധാരണമായ കാരണങ്ങളിൽ ചുവടെ പറയുന്നവ ഉൾപ്പെടുന്നു. വൃക്കകളിൽ വളരെയധികം മുഴകൾ വളരുന്ന ഒരു ജനിതക തകരാർ, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് PKD. അണുബാധ, വൃക്കകളിലേക്ക് വിഷാംശം നൽകുന്ന ഒരു മരുന്ന്. പ്രമേഹം അല്ലെങ്കിൽ ലൂപ്പസ് പോലുള്ള ശരീരത്തെ മുഴുവനായും ബാധിക്കുന്ന ഒരു രോഗം. ലൂപ്പസ് നെഫ്രൈറ്റിസ് എന്നത് ലൂപ്പസ് മൂലമുണ്ടാകുന്ന വൃക്കരോഗത്തിന്റെ മെഡിക്കൽ നാമമാണ്. ആന്റി-GBM ഓഫ് ഗുഡ് പാസ്ചർ രോഗം പോലുള്ള ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും ആക്രമിക്കുന്ന തകരാറുകൾ. ലെഡ് വിഷബാധ പോലുള്ള കടുത്ത ലോഹവിഷബാധ. ആൽപോർട്ട് സിൻഡ്രോം പോലുള്ള അപൂർവമായ ജനിതക അവസ്ഥകൾ. CKDയുള്ള പലർക്കും രോഗം കൂടുതൽ വഷളാകുകയോ സങ്കീർണതകൾ ഉണ്ടാവുകയോ ചെയ്യുന്നതുവരെ കാര്യമായ രോഗലക്ഷണങ്ങൾ കാണാറില്ല. എന്നിരുന്നാലും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവയിൽ താഴെപ്പറയുന്നവ ഉൾപ്പെടാം. പതയുള്ള മൂത്രം. മൂത്രത്തിൽ അമിതമായ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് പത കാണപ്പെടാം. ചൊറിച്ചിലും വരണ്ട ചർമ്മവും. ശരീരത്തിൽ വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് കാരണം ചർമ്മത്തിൽ ചൊറിച്ചിലും വരൾച്ചയുമുണ്ടാകാം. ക്ഷീണം അനുഭവപ്പെടുന്നു. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കാത്തത് വിളർച്ചയ്ക്കും ഊർജ്ജക്കുറവിനും കാരണമാവാം. വിശപ്പില്ലായ്മ. വിശപ്പ് കുറയുന്നത് CKDയുടെ ഒരു സാധാരണ ലക്ഷണമാണ്. ശ്രമിക്കാതെ തന്നെ ശരീരഭാരം കുറയുന്നു. വിശപ്പില്ലായ്മയും പോഷകങ്ങളുടെ ആഗിരണം കുറയുന്നതും ഇതിന് കാരണമാകാം. സാധാരണയേക്കാൾ കൂടുതലോ കുറവോ മൂത്രമൊഴിക്കൽ. വൃക്കകളുടെ പ്രവർത്തനത്തെ ആശ്രയിച്ച് മൂത്രത്തിന്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാം. രോഗം കൂടുതൽ വികസിച്ച ഘട്ടങ്ങളിലേക്കെത്തുമ്പോൾ താഴെ പറയുന്ന ലക്ഷണങ്ങളും കണ്ടേക്കാം. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവും ശ്രദ്ധയില്ലായ്മയും ഉണ്ടാകാം. ഉറക്കക്കുറവ്. ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഛർദി. ശരീരത്തിൽ വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് ഛർദിക്ക് കാരണമാകാം. കൈകൾ, കാലുകൾ, കണങ്കാലുകൾ അല്ലെങ്കിൽ പാദങ്ങളിൽ മരവിപ്പ് അല്ലെങ്കിൽ വീക്കം. ശരീരത്തിൽ അധികമുള്ള ദ്രാവകം അടിഞ്ഞുകൂടുന്നത് കാരണം നീർവീക്കമുണ്ടാകാം. ശ്വാസതടസ്സം. ശ്വാസകോശത്തിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്നതോ വിളർച്ചയോ ശ്വാസതടസ്സത്തിന് കാരണമാകാം. രോഗനിർണയം എങ്ങനെയെന്ന് നോക്കാം. CKD പരിശോധന. 2 ലളിതമായ പരിശോധനകളിലൂടെ എളുപ്പമാണ്. എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് EGFR എന്നറിയപ്പെടുന്ന ഒരു രക്തപരിശോധന. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ UACR എന്നറിയപ്പെടുന്ന ഒരു മൂത്രപരിശോധന. വൃക്കയുടെ ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് 2 പരിശോധനകളും ആവശ്യമാണ്. 3 മാസമോ അതിൽ കൂടുതലായോ 60-ന് താഴെ GFR ഉള്ളത് കൂടാതെ അല്ലെങ്കിൽ 30-ന് മുകളിൽ UACR ഉള്ളത് നിങ്ങൾക്ക് വൃക്കരോഗമുണ്ടെന്നതിന്റെ സൂചനയാണ്. ഒരു നെഫ്രോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ രോഗനിർണയമോ സ്വയം ചികിത്സയോ നടത്താൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.